പരിഗണനയിലുണ്ടായിരുന്ന ബില്ലുകളിൽ ഒപ്പുവെച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലടക്കം 5 ബില്ലുകളിലാണ് ഗവർണർ ഒപ്പുവെച്ചത്. ശാലിനി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശാലിനി, വിശദാംശങ്ങൾ. നിർണായകമായിട്ടുള്ള 5ഓളം ബില്ലുകളിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളടക്കം പ്രതിപക്ഷം വിമർശനങ്ങൾ ഗവർണർക്കെതിരെ ഉയർത്തുന്നുണ്ടായിരുന്നു. പല ബില്ലുകളും ഗവർണർ രാജ്ഭവനിൽ പിടിച്ചുവെക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഭൂപതിവ് ഭേദഗതി നിയമം ഉൾപ്പെടെയുള്ള 5 ബില്ലുകളിൽ ഒപ്പുവെച്ചുകൊണ്ട് ഗവർണർ നടപടികൾ വേഗത്തിലാക്കിയിട്ടുള്ളത്. ഒരു രീതിയിലും ഭരണസ്തംഭനം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ 5 ബില്ലുകളിൽ ഒപ്പുവെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് രാജ്ഭവൻ നൽകുന്ന വിശദീകരണം. ഒപ്പം തന്നെ ഏറെ നിർണായകമായിട്ടുള്ള ബില്ലുകൾ, സർവകലാശാല ഭേദഗതി ബില്ല്, ഒപ്പം തന്നെ ലോകായുക്ത ഭേദഗതി ബില്ല് ഉൾപ്പെടെയുള്ള നിർണായകമായിട്ടുള്ള ബില്ലുകൾ രാജ്ഭവൻ രാഷ്ട്രപതി ഭവന് നൽകിയിട്ടുണ്ട്. ഇത് രാഷ്ട്രപതി ഭവനിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അത്രയധികം പ്രാധാന്യമില്ലാത്ത, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ വിശദീകരണം നൽകേണ്ടതായിട്ട് ആവശ്യമില്ലാത്ത ബില്ലുകളുടെ ഉള്ളടക്കം പരിശോധിച്ച ശേഷം ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത്. ഭൂപതിവ് നിയമ ഭേദഗതി ബില്ല് ഉൾപ്പെടെ അങ്ങനെ ഔദ്യോഗികമായി ഗവർണർ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇനിയും കഴിഞ്ഞ കാലങ്ങളിൽ ഒപ്പുവെച്ച് നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ നിയമസഭ പാസാക്കി നൽകിയിട്ടുള്ള ബില്ലുകൾ ഗവർണറുടെ പരിഗണനയിലുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷം ഒരു തീരുമാനമെടുക്കാനാണ് രാജ്ഭവൻ ആലോചിക്കുന്നത്. പക്ഷെ അതിലേറെ വിവാദമായ ബില്ലുകൾ നിർണായകമായ രാഷ്ട്രപതി ഭവനിലേക്ക് അയച്ചതിന് ശേഷമാണ് ഈ ബില്ലുകളിൽ ഇപ്പോൾ രാജ്ഭവനും ഒപ്പം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഒപ്പുവെച്ചിട്ടുള്ളത്. ശാലിനി, ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിന്റെ കാര്യം ശാലിനി തന്നെ സൂചിപ്പിച്ചിരുന്നു. മറ്റ് ബില്ലുകൾ ഏതൊക്കെ എന്നതിൽ വ്യക്തതയുണ്ടോ നമുക്ക്? മറ്റ് ബില്ലുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായ ഒരു ഔദ്യോഗിക വിശദീകരണം രാജ്ഭവൻ ഇനി നൽകുക മാത്രമേ ഉള്ളൂ. നമുക്ക് ഔദ്യോഗികമായി അറിയാൻ സാധിക്കുന്നത് ഭൂപതിവ് നിയമ ഭേദഗതി ബില്ല് അടക്കമുള്ള 5 ബില്ലുകൾ എന്ന് മാത്രമാണ്. അത് ഏതൊക്കെ ബില്ലുകളാണ് എന്നുള്ളതിൽ കൃത്യമായി ഒരു പരിഗണന, അല്ലെങ്കിൽ കൃത്യമായ വിവരങ്ങൾ രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് വരേണ്ടതായിട്ടുണ്ട്. അതിലേറെ പ്രധാനപ്പെട്ടത് മെഡിക്കൽ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട ചില ബില്ലുകളുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ മറ്റ് ഭരണവുമായി ബന്ധപ്പെട്ട ചില ബില്ലുകളുണ്ട്. ഇതൊക്കെ ഗവർണറുടെ പരിഗണനയിൽ ഇരിക്കുകയായിരുന്നു. ഇതിൽ ഏതൊക്കെ ബില്ലുകളാണ് ഔദ്യോഗികമായി അംഗീകാരം നൽകിയത് എന്നുള്ളത് കുറച്ച് സമയങ്ങൾക്ക് ശേഷം മാത്രമാണ് അറിയാൻ സാധിക്കുക. എന്തായാലും യാതൊരു വിധത്തിലുള്ള വീഴ്ചകളും അല്ലെങ്കിൽ അത്തരത്തിൽ ഭരണകാര്യങ്ങളിൽ ഇടിവ് വരാതിരിക്കാനുള്ള നടപടികളുടെ ഭാഗമായിട്ട് കൂടിയാണ് പരിഗണനയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ബില്ലുകളും ഒപ്പുവെച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ഔദ്യോഗികമായി രാജ്ഭവൻ അറിയിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ മറ്റ് ഏറെ വിവാദമായിട്ടുള്ള ബില്ലുകൾ രാഷ്ട്രപതി ഭവനിലേക്ക് അയച്ചിട്ടുമുണ്ട്. അത് രാഷ്ട്രപതിയുടെ പരിഗണനയിൽ ഇരിക്കുകയുമാണ്. ഇനി കഴിഞ്ഞ കാലങ്ങളിൽ നിയമസഭാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് നൽകിയിട്ടുള്ള ബില്ലുകൾ, അല്ലെങ്കിൽ ഔദ്യോഗികമായി നിയമസഭ പാസാക്കി നൽകിയിട്ടുള്ള ബില്ലുകൾ രാജ്ഭവന്റെ പരിഗണനയിലില്ല എന്നുള്ള സൂചനകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഷാലിനി, രാഷ്ട്രപതിക്ക് അയച്ചത് കൂടാതെ 5 ബില്ലുകളും 2 ഓർഡിനൻസുമായിരുന്നു ഗവർണറുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഷാലിനി റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലിന് എന്തായാലും അംഗീകാരം ലഭിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ പരിഗണനയിൽ ഉണ്ടായിരുന്ന ബില്ലുകൾ കേരള ബിൽഡിംഗ് ടാക്സ് ബില്ല്, അബ്കാരി നിയമ ഭേദഗതി ബില്ല് തുടങ്ങിയവയാണ് എന്നാണ് നേരത്തെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും മറ്റ് നിയമപ്രശ്നങ്ങൾ ഇല്ലാത്തവ വ്യക്തമായി സൂക്ഷ്മമായി പരിശോധിച്ച ശേഷമാണ് രാജ്ഭവൻ ഈ ബില്ലുകൾക്ക് അംഗീകാരം നൽകിയിരിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ? അത് തന്നെയാണ്. കാരണം പല ബില്ലുകളിലും ഗവർണർ വിശദാംശങ്ങൾ തേടുന്നത്, ഒപ്പം തന്നെ വിശദീകരണങ്ങൾ അതായത് വകുപ്പ് മന്ത്രിമാർ എത്തി നൽകണം, ഒപ്പം തന്നെ മുഖ്യമന്ത്രി നൽകേണ്ട വിശദീകരണം മുഖ്യമന്ത്രി നൽകണം എന്നുള്ള കാര്യങ്ങളും പിടിവാശിയും ഒക്കെ തന്നെ പല ഘട്ടങ്ങളിലും ഗവർണർ തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മണി ബിൽ എന്നുള്ള രീതിയിലാണ് ഈ ഭൂപതിവ് നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ളവ ഗവർണർ അയച്ചിട്ടുള്ളത്. സ്വാഭാവികമായും അത്തരത്തിൽ മണി ബില്ലുകൾ പാസ്സാക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൽ ഒപ്പുവെക്കുമ്പോൾ, അതിൽ പൂർണ്ണമായും അതിന്റെ വിശദാംശങ്ങൾ വകുപ്പ് മന്ത്രിമാരെത്തി രാജ്ഭവനിൽ എത്തി നൽകണം എന്നുള്ളതാണ് ചട്ടം. പക്ഷേ പല ഘട്ടങ്ങളിലും ആ ഒരു നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിമാരുടെ ഭാഗത്തു നിന്നോ നടന്നിട്ടില്ല. ഉദ്യോഗസ്ഥരെ മാത്രം അയച്ച് വിശദീകരണം നൽകുകയായിരുന്നു സർക്കാർ സ്വീകരിച്ചിരുന്നത്. എന്തായാലും അതിലായിരുന്നു ഇത്രയധികം ബില്ലുകൾ, ഏകദേശം 6ഓളം ബില്ലുകളിൽ കാലതാമസം ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഒടുവിൽ ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന വിശദാംശങ്ങളും വിശദീകരണങ്ങളും കൃത്യമായി പരിശോധിച്ച് അബ്കാരി ബിൽ ഉൾപ്പെടെയുള്ള ബില്ലുകളിൽ
കൃത്യമായ വ്യക്തത വരുത്തിയ ശേഷമാണ് ഇപ്പോൾ ഗവർണർ അതിലൊരു അംഗീകാരം നൽകിയിട്ടുള്ളത്. ഭൂപതിവ് നിയമ ഭേദഗതി ഉൾപ്പെടെ ഗവർണർ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിലടക്കം സർക്കാർ നൽകിയിട്ടുള്ള വിശദീകരണങ്ങൾ, ഒപ്പം തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ നൽകിയിട്ടുള്ള വിശദാംശങ്ങളും പരിഗണിച്ച് അത് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഗവർണർ ഇത്തരത്തിലുള്ള അംഗീകാരം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് രാജ്ഭവൻ വ്യക്തമാക്കുന്നത്. ബില്ലുകളുടെ അന്തിമമായിട്ടുള്ള പട്ടികയും ഓർഡിനൻസിന്റെ പട്ടികയും അല്പസമയത്തിനകം പുറത്തു വരികയും ചെയ്യും. എന്തായാലും കാത്തിരിപ്പിനിടയിലാണ് നീണ്ട നിയമ വാഗ്വാദങ്ങളും രാഷ്ട്രീയ വിവാദങ്ങൾക്കും ഒടുവിലാണ് ഇത്തരത്തിലൊരു ബില്ലിന് ഔദ്യോഗികമായി രാജ്ഭവൻ അംഗീകാരം നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതേസമയം തന്നെ ചില വിശദാംശങ്ങളിൽ വ്യക്തത വരാത്തതിന്റെ അടിസ്ഥാനത്തിലും ഒപ്പം തന്നെ ചില അധികാരങ്ങളിൽ സംസ്ഥാന സർക്കാർ കൈകടത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള നിർണായകമായിട്ടുള്ള ലോകായുക്ത ഭേദഗതി ബില്ല്, ഒപ്പം തന്നെ സർവകലാശാല ഭേദഗതി ബില്ല് ഇപ്പോഴും രാഷ്ട്രപതി ഭവനിൽ തുടരുകയാണ്. ശരി ശരണി.